ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ ആഡ്-ഓൺ. ഔൾ എന്ന് പറയുന്ന ഒരു ആഡ്-ഓൺ ആണ്. ഒരു ഫ്രീ ആഡ്-ഓൺ ആണ്. നമുക്ക് കുറേ പെറ്റ്സിനെയൊക്കെ കിട്ടും. മെയിൻലി ഒരു 9 മൂങ്ങളെ നമുക്ക് പെറ്റായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് തുടങ്ങിയാലോ. ഔൾ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് മൂവ് എന്നുള്ളത് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പാക്കപ്പ് ചെയ്ത് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിൽ ഈ ഗൈഡിനെ കൊണ്ടുപോകാൻ പറ്റും. ആകെ 3 എണ്ണത്തിന് മാത്രമേ നമുക്ക് ഓവർവേൾഡിൽ നിന്ന് കിട്ടത്തുള്ളൂ. അവിടെ എന്തൊരു സാധനം ഇങ്ങോട്ട് നടന്നു പോകണ്ടോ? നിങ്ങളത് കണ്ടായിരുന്നോ? നിങ്ങളോ കണ്ടോ? കണ്ടില്ല? അതല്ല, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഔൾ. ഓക്കെ, ഇവനൊക്കെ കോമൺ ആയിട്ടുള്ള സാധനമാണ്. ഉണങ്ങ് ടൈം ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതേപോലെ വൈകുന്നേരങ്ങളിൽ അല്ലെന്നുണ്ടെങ്കിൽ വെളുപ്പംകാലത്ത് ഈ 2 ടൈമിലാണ് ഇവർ സ്പോൺ ആവാൻ ചാൻസ് കൂടുതൽ. അങ്ങനെ നമ്മൾ അതായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ റൈറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളതിൽ കോമൺ ടൈപ്പിൽ കുറച്ചുകൂടി കാണാൻ കൊള്ളാവുന്ന സാധനം എനിക്കിതാണ്. നമ്മളെ സ്നോയിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ കോമൺ ആയിട്ട് കിട്ടുന്ന സാധനങ്ങൾ. നമ്മളെ മൂങ്ങാട്, ബാരൻ, സ്നോയി ആൻഡ് സ്കൂപ്സ്. അപ്പം ഇനി ഇവർ തമ്മിൽ ബ്രീഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് എൽഡർ ഔൾ എന്ന് പറയുന്ന വെറൈറ്റി. അത് ഏത് ഔൾ വേണമെങ്കിലും എൽഡർ ഔൾ ആവാം. എൽഡർ ഔൾ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബുദ്ധി കൂടിയ അല്ലെങ്കിൽ പ്രായമായ എന്നൊക്കെ കൺസെപ്റ്റ് എടുക്കാം. അപ്പോൾ ഇതിനെയാണ് നമുക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത്. നമുക്ക് പറക്കാൻ വേണ്ടിയൊക്കെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് തമിഴിൽ കണ്ടിട്ടുള്ള നമുക്ക് ഇപ്പോൾ പറക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എൽഡർ ഔളിലാണ് നമ്മുടെ ഇവിടെ റയർ ഔൾസിനെ സെക്കൻഡ് ജനറേഷൻ ഔൾസിനെ എല്ലാത്തിനും നമ്മൾ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ലെജൻഡറി ആണ് അടുത്ത കാറ്റഗറി വരുന്നത്. അപ്പോൾ അതാണ് നമ്മളുടെ ഔൾ ആർമി എന്ന് പറയുന്നത്. ഇത് 3 നമ്മളെ ഫസ്റ്റ് ജനറേഷനിൽ വരുന്നത് സ്കോപ്പ്, സ്നോയി, ബാരൻ. അടുത്ത നമ്മളെ സെക്കൻഡ് ജനറേഷനിലെ ഈഗിൾ വരുന്നുണ്ട്. ഈ ഒരു ടൈപ്പ് കിട്ടും. ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ അപ്പോൾ ഈ ഒരു ടൈപ്പ് കിട്ടും. പിന്നെ അടുത്തത് ലാസ്റ്റ് മിസ്റ്റർ ടൈപ്പ് റൂയിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു ബോട്ടിൽ കൊടുക്കുമ്പോൾ അത് റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ബ്രൂ ചെയ്ത് നമ്മളൊരു ഫ്ലിൻറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പോർഷൻ സാരോ തരും. അപ്പം ഇവന് കൊടുക്കാം. ഒരു ഫ്ലിൻറ്റും കൂടി എടുത്തിട്ടുണ്ട്, ഫ്ലിൻറ്റും കൊടുത്തിട്ടുണ്ട്. ചെറിയ ഇടയ്ക്കുണ്ട് അവനൊരു ബുക്ക് കൊടുക്കുക. അപ്പോൾ അവൻ എന്തെങ്കിലും കുറച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ എൻജോയ് ചെയ്ത് നമ്മളതിൽ എത്രത്തോളം XP ഉണ്ടോ അതിപ്പോൾ നമ്മളിപ്പം കുറച്ച് XP നമുക്ക് കളക്ട് ചെയ്യുന്നത്. പിന്നീട് നമുക്ക് എൻജോയ്മെൻറ്റിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ